بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد സൂറത്തുൽ الفاتحയിലെ രണ്ടാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിൻ്റെ തഫ്സീറാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി വായിക്കാനുള്ളത്. സൂറത്തുൽ الفاتحയിലെ രണ്ടാമത്തെ ആയത്താണോ ഹംദ് അല്ല ഒന്നാമത്തേതാണോ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ഖിറാഅത്തുകളിൽ ഫാത്തിഹ അതിൻ്റെ തുടക്കം ബിസ്മിയിലാണ്. മറ്റു ചില ഖിറാഅത്തുകളിൽ ചില പാരായണങ്ങൾ ഫാത്തിഹ അതിൻ്റെ ആരംഭം ഹംദ് കൊണ്ടാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പൊതുവെ നിസ്കാരങ്ങളിൽ അവിടുത്തെ പാരായണം ഉച്ചത്തിൽ പാരായണം ആരംഭിച്ചിരുന്നത് ഹംദ് കൊണ്ടാണ്. ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ശരി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹ് അൽഹംദ് എന്ന് പറയുമ്പോൾ സർവസ്തുതികളും എന്നാണ് എൻ്റെ അർത്ഥം. അൽഹംദ് എന്ന് പറയുമ്പോൾ സർവസ്തുതികളും, അൽഹംദുലില്ലാഹി സർവസ്തുതികളും അള്ളാഹുവിനാകുന്നു. റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ അവൻ ആരാണ്? അള്ളാഹു ആരാണ്? റബ്ബിൽ ആലമീൻ അവൻ ആലമുകളുടെ റബ്ബാണ്. ആലം കുല്ലു മാ സിവല്ലാഹ് ഫഹുവ ആലം. അള്ളാഹുവിന് പുറമേ ഉള്ളതെല്ലാം ആലമാണ്. പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കൾ, മലക്കുകൾ, മനുഷ്യർ, ജിന്നുകൾ, അർശ്, കുർസി, ഇതൊക്കെ ആലമാണ്. ഇതൊക്കെ ആലമാണ്. സ്വർഗം, നരകം, ഇവയുടെയൊക്കെ റബ്ബ്, റബ്ബുൽ ആലമീൻ. അതിൻ്റെ തഫ്സീറാണ് ഇനി വായിക്കാനുള്ളത്. അസ്സനാഉ അലല്ലാഹി ബിസിഫാതിഹി അല്ലതി കുല്ലുഹാ ഔസാഫു കമാൽ. അൽഹംദുലില്ലാ എന്നതിൻ്റെ തഫ്സീറാണ് പറഞ്ഞത്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അസ്സനാഉ പ്രകീർത്തിക്കലാണ്, നല്ലതു പറയലാണ്. ഹംദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് പറയാന്നുള്ളതാണ്. അവനെപ്പറ്റി നല്ലത് പറയാം. കേവലം നല്ലത് പറയലല്ല, മറിച്ച് നല്ലത് പറയുന്നതിനോടൊപ്പം ഹൃദയത്തിൽ സ്നേഹത്തോടു കൂടി നല്ലത് പറയാം. അതാണ് ഹംദ് എന്ന് പറയുന്നത്. ഹംദ് എന്നാൽ അതാണ് ഉദ്ദേശം. സനാഉ അലല്ലാഹ് മഅൽ മഹബ്ബഹ് വത്തഅദീം. അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടും അവനോട് ആദരവ് നിലനിർത്തിക്കൊണ്ടും അവനെ പറ്റി നല്ലത് പറയുന്നതിനാണ് ഹംദ് എന്ന് പറയുന്നത്. അതാണ് ഹംദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾ സ്നേഹമില്ലാതെ ഒരാളെ പറ്റി നല്ലത് പറഞ്ഞാലോ അതിനാണ് മദ്ഹ് എന്ന് പറയാം. മദ്ഹ്, ഒരാളെ പുകഴ്ത്തുക, പക്ഷേ സ്നേഹം ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ അയാൾ നല്ല കാര്യം സാധിക്കാനോ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിലായിരിക്കും. അതാണ് മദ്ഹ്. എന്നാൽ ഹംദ് എന്താണ്? ഹംദ് എന്ന് പറഞ്ഞാൽ ഒരാളോട് സ്നേഹത്തോടു കൂടി അയാളെ പറ്റി നല്ലത് പറയാം, അയാളെ ഇഷ്ടപ്പെട്ടുകൊണ്ട്. അതാണ് ഹംദ് എന്നതിൻ്റെ ഉദ്ദേശം. അസ്സനാഉ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ പ്രകീർത്തനം നിർവഹിക്കുക, അള്ളാഹുവിനെ പറ്റി നല്ലത് പറയാം, അവനെ പരിശുദ്ധപ്പെടുത്തുക. ഇപ്പോൾ ഉദാഹരണത്തിന് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും ചെയ്യുന്നത് അള്ളാഹുവിനെ പറ്റി നല്ലത് പറയാം. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹിനെ പറ്റി നല്ലത് പറയാം. അള്ളാഹു എല്ലാ ന്യൂനതകളിലും പരിശുദ്ധനാണ് അല്ല സുബ്ഹാനല്ലാഹ് എന്നുള്ളതിൻ്റെ അർത്ഥം. അള്ളാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണ്. നമുക്ക് അതൊക്കെ ഹംദാൻ, അതൊക്കെ ഒരർത്ഥത്തിൽ ഹംദാൻ. എന്തുകൊണ്ട്? അള്ളാഹുവിനെ പറ്റി നല്ലത് പറയാം. അസ്സനാഉ അലല്ലാഹ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുക. എങ്ങനെയാണ് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നത്? ബിസിഫാതിഹി, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട്, അവൻ്റെ വിശേഷണങ്ങൾ കൊണ്ട്. അള്ളാഹുവിനെ പറ്റി അവൻ്റെ എന്തൊരു വിശേഷണം പറഞ്ഞാലും അത് നല്ലതാണ്. അള്ളാഹു റഹ്മത്തുള്ളവനാണ്, നല്ല കാര്യം. അള്ളാഹു മഗ്ഫിറത്തുള്ളവനാണ്, നല്ല കാര്യം. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു ഹംദിൻ്റെ ഏറ്റവും മഹത്തരമായ രൂപം ഇതാണ്. അള്ളാഹുവിനെ പറ്റി അവൻ്റേതായ എന്തൊരു കാര്യമുണ്ട്, എന്ത് നീ പറഞ്ഞാലും അതൊക്കെ നല്ലതാണ്. അവൻ്റെ സിഫാത്തുകൾ നീ പറഞ്ഞാൽ അത് നല്ലതാണ്. റഹ്മത്ത്, ഗദബ്, അവൻ്റെ കോപം, അള്ളാഹു മോശമായ ആളുകളോട് കോപിക്കുന്നു എന്നത്, മോശം പ്രവർത്തികളോട് കോപിക്കുന്നു എന്നത്, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, അവൻ്റെ പാപമോചനം, അവൻ്റെ തൗബ, ഇതൊക്കെ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അഫ്ആലുകൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ, അവൻ ചെയ്ത ഏതു കാര്യവും, ആകാശഭൂമികളെ പടച്ചു, കിതാബുകൾ അവതരിപ്പിച്ചു, നബിമാരെ പറഞ്ഞയച്ചു, ഏത് ഫഅലും അള്ളാഹുവിൻ്റെ ഏതൊരു പ്രവൃത്തിയും നന്മയാണ്. നന്മയല്ലാതെ ഒരു പ്രവൃത്തി അവനിൽ നിന്നും ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ പ്രവൃത്തി നന്മയുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഖലാ ഖദർ വിശദീകരിക്കുന്ന സമയത്തിൻ്റെ മറ്റു വശങ്ങൾ പിന്നീട് പറയാവുന്നതാണ്.
പക്ഷെ അള്ളാഹുവിൻ്റെ ഏതൊരു പ്രവൃത്തിയും ഖൈറാണ്. ഖൈറല്ലാത്തൊരു പ്രവൃത്തിയും ചെയ്യുകയില്ല. നന്മ ഉദ്ദേശിക്കപ്പെടാത്ത ഒരു കാര്യവും അള്ളാഹു പ്രവർത്തിക്കുകയില്ല. അവൻ്റെ എല്ലാ പ്രവർത്തനവും അങ്ങനെയാണ്. നീ അള്ളാഹുവിനെ കുറിച്ച് എന്തൊരു കാര്യം പറഞ്ഞാലും ഹംദാണ്. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയുടെ ഈ തുടക്കം ഖുർആനിന് ഏറ്റവും അനുയോജ്യമായ ആരംഭമാണ്. ഇനി അങ്ങോട്ട് ഖുർആനിൽ നീ ഏതൊരു ആയത്ത് ഓതിയാലും അത് അള്ളാഹുനുള്ള ഹംദാണ്. കാരണം എല്ലാം അള്ളാഹുവിനെ കുറിച്ച് നല്ലത് പറയുന്ന കാര്യമാണ്. മുശ്രിക്കുകളെ നശിപ്പിച്ചു, മുഅ്മിനീങ്ങളെ സഹായിച്ചു, നബിമാരെ പറഞ്ഞയച്ചു, കിതാബുകളെ അവതരിപ്പിച്ചു, നല്ലത് കൽപ്പിച്ചു, ചീത്തത് വിലക്കി. ഇതൊക്കെ തന്നെയല്ലേ ഖുർആനിലുള്ളത്. വേറെന്താ ഉള്ളത്? അൽഹംദ് എന്നത് യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ മുഴുവനാണ്. ഇനി ഖുർആനിൽ വരുന്ന എല്ലാ ആയത്തും ഈ ഹംദാണ്. അള്ളാഹുവിനെ പറ്റി നീ എന്തു പറഞ്ഞാലും, അവൻ്റെ കലിമത്ത് ഉച്ചരിച്ചാൽ, അവൻ്റെ വചനങ്ങൾ ഉച്ചരിച്ചാൽ ഒക്കെ ഹംദാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാകുന്നു സർവസ്വം. അസ്സനാഉ അലല്ലാഹ് ബിസിഫാതിഹി അല്ലതി കുല്ലുഹാ ഔസാഫു കമാൽ. അല്ലതി, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ എങ്ങനെയുള്ളതാണ്? അല്ലതി, അവ ഈ രൂപത്തിലുള്ളതാണ്. കുല്ലുഹ, അവയെല്ലാം ഔസാഫു കമാലിൻ. ഔസാഫ് വസ്ഫ് എന്നതിൻ്റെ ബഹുവചനാണ്, വിശേഷണങ്ങളാണ്. കമാലിൻ, പൂർണ്ണതയുടെ വിശേഷണങ്ങളാണ്. ഔസാഫു കമാൽ, പൂർണ്ണതയുടെ വിശേഷണങ്ങളല്ലാതെ ന്യൂനതയുടേതോ അതല്ലെങ്കിൽ കുറവിൻ്റേതോ ആയ ഒരു വിശേഷണം അള്ളാഹുവിനില്ല. ഉദാഹരണത്തിന് ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. അവന് ഹയാത്തുണ്ട്. ആ ഹയാത്ത് എങ്ങനെ പരിപൂർണമാണ്. ലാ തഖുദു സിനത്തുൻ വലാ നൗം. അവന് മയക്കം പോലും ബാധിക്കുകയില്ല. അത്ര പരിപൂർണമായ ഹയാത്താണ്. അള്ളാഹുവിൻ്റെ നീതി എങ്ങനെയാണ്? അവൻ്റെ നീതി, വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്. നിൻ്റെ റബ്ബ് ഒരിക്കൽ അവൻ്റെ അടിമകളോട് ഒരു തരിമ്പ് പോലും അനീതി പ്രവർത്തിക്കുകയില്ല. ഒരു അനീതി എന്ന് പറയാൻ ഒരു ചെറിയ കാര്യം പോലുമില്ല. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ് സ്വർഗത്തിൽ പ്രവേശിക്കുകയും നരകക്കാർ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്ത വിഷയം ഖുർആനിൽ വിവരിച്ചതിന് ശേഷം സൂറത്ത് സുമറിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞു, വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവരുടെ അവസാനത്തെ പ്രാർത്ഥന എന്താണ്? അല്ലെങ്കിൽ അവരുടെ അവസാനത്തെ വാക്ക് എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന്. ചില മുഫസ്സിറുകൾ പറഞ്ഞു നരകക്കാർ വരെ ആ വാക്ക് പറയുന്നതാണ്. കാരണം അവർക്ക് ബോധ്യപ്പെടുന്നതാണ് അള്ളാഹു അവരോട് ചെയ്തത് നീതിയാണ്, അവരുടെ നീതിയുടെ പരിപൂർണതയാണ്. അവർ വരെ ആ വാക്ക് പറയുന്നതാണ്. അവർക്ക് ബോധ്യപ്പെടുന്നതാണ് ഇത് ഞങ്ങൾക്ക് ഇത്രയും അർഹതമായ സ്ഥലത്താണുള്ളത്, ഇതല്ലാതെ ഒരു സ്ഥലം ഞങ്ങൾക്ക് അർഹതപ്പെട്ടതല്ല എന്നവർക്ക് ബോധ്യപ്പെടുന്നത്. കുല്ലുഹാ ഔസാഫു കമാൽ. അള്ളാഹുവിൻ്റെ എല്ലാ വിശേഷണങ്ങളും പരിപൂർണതയുടെ വിശേഷണങ്ങളാണ്. അപ്പോൾ എത്രമാത്രം ഒരാൾ അള്ളാഹുവിനെ അറിയുന്നോ അത്രമാത്രം അവൻ്റെ ഹംദ് കൂടുതൽ അർത്ഥവത്തായിരിക്കും. അള്ളാഹുവിന് അതുകൊണ്ടാണ് ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹി അൽ ഉലമാ എന്ന് പറയുന്നത്. ഉലമാക്കൾക്കുള്ള ഈ ഖശിയത്ത് മറ്റൊരാൾക്കും നേടിപ്പിടിക്കാൻ പറ്റില്ല. പണ്ഡിതന്മാർ മാത്രമാണ് ജനങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ ഭയക്കുന്നത് എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. കാരണം അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് മറ്റുള്ളവർക്കുള്ളതുപോലെയല്ല, കൂടുതലാണ്. എത്രമാത്രം ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയുന്നോ അത്രയും അവൻ്റെ ഹംദ് വിശാലമായിരിക്കും, കൂടുതൽ ശക്തമായിരിക്കും. അള്ളാഹുവിനെ സ്തുതിക്കുന്നു. എങ്ങനെ സ്തുതിക്കുന്നു? ബിസിഫാത്തിഹി, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ. അല്ലതി കുല്ലുഹാ ഔസാഫു കമാൽ, അതെല്ലാം പരിപൂർണതയുടെ വിശേഷണങ്ങളാണ്. വബിനിഅമിഹി അസ്സാഹിറ വൽ ബാത്തിന. രണ്ടാമത്തെ കാര്യം വബിനിഅമിഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട്, അവൻ ചെയ്ത നിഅമത്തുകൾ കൊണ്ട്. നിഅം എന്ന് പറയുന്നത് നിഅമത്ത് എന്നതിൻ്റെ ബഹുവചനാണ്. വബിനിഅമിഹി, അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട്, അവൻ ചെയ്ത അനുഗ്രഹങ്ങൾ കൊണ്ട്. അസ്സാഹിറ വൽ ബാത്തിന. അസ്സാഹിറ പ്രകടമായത്. പ്രകടമായ നിഅമത്തിലേതാ? ധാരാളമുണ്ട്. ഭക്ഷണം ഒക്കെ പ്രകടമായ നിഅമത്തുകളാണ്. ഭൂമി, വായു ഒക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന. വൽ ബാത്തിന, സൂക്ഷ്മമായത്, രഹസ്യമായത്, ഉള്ളിലുള്ള ഗോപ്യമായത്. നിഅമത്തുകൾ ചിലത് വളരെ പ്രകടമാണ്, പെട്ടെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. മറ്റ് ചിലത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവുകയില്ല. ഉദാഹരണത്തിന് ചിലപ്പോൾ മുസീബത്തുകൾ നിഅമത്താണ്, മനുഷ്യൻ കിബറിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഞാൻ വിശദീകരിച്ച് പറയുന്നു. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ചിലത് പ്രകടമാണ്, ചിലത് അവ്യക്തമാണ്. നമുക്ക് അവ്യക്തമായ നിഅമത്തുകൾ അതിനു മാത്രമുണ്ട്. അദ്ദീനിയത്തി വദ്ദുന്യവിയ്യ, അവൻ്റെ നിഅമത്തുകൾ ദീനീ ആയതുമുണ്ട് ദുന്യവി ആയതുമുണ്ട്. എന്താ എൻ്റെ അർത്ഥം?
ദീനിയായതെന്ന് പറഞ്ഞാൽ അള്ളാഹു നബിമാരയച്ചു, മുസ്ലിം ഉമ്മത്തിൽ ഉൾപ്പെടുത്തി, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തന്നു, ഖുർആൻ വായിക്കാൻ പഠിപ്പിച്ചു തന്നു, അല്ലമൽ ഖുർആൻ. അള്ളാഹു ചെയ്ത ഈ അനുഗ്രഹങ്ങൾക്ക് പകരമായി റബ്ബേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത്. അൽഹംദുലില്ലാഹ് എന്നത് പണ്ഡിതന്മാർ പറഞ്ഞു രണ്ട് രൂപത്തിലാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറഞ്ഞുകൊണ്ടുള്ള ഹംദ്, അതാണ് ഏറ്റവും ശക്തമായത്. അതാണ് ആരിഫീങ്ങളുടെ, അള്ളാഹുവിനെ അറിഞ്ഞവരുടെ ഹംദ്. അതിൻ്റെ പ്രധാന ഭാഗം ഇതിലാണ്, അള്ളാഹുവിനെ അവൻ്റെ വിശേഷണങ്ങൾ കൊണ്ട് സ്തുതിക്കാന്നുള്ളത്. രണ്ട് ശുക്രു നിഅമ എന്ന അർത്ഥത്തിലുള്ളത്, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനുള്ളത്. ഇത് എല്ലാ ആളുകൾക്കും മനസ്സിലാവും. ഇബ്നുൽ ഖയ്യിം പറഞ്ഞേക്കാണ്, കാഫിറിന് വരെ ഇത് മനസ്സിലാവും, അള്ളാഹു ചെയ്ത നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ. പക്ഷെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ തിരിച്ചറിഞ്ഞ് അവനെ സ്തുതിക്കുക എന്നുള്ളത്, അത് അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ളവർക്ക് സാധിക്കുന്ന കാര്യമാണ്. അതാകട്ടെ ഒരാൾക്കൊരു സൃഷ്ടിക്കും അള്ളാഹുവിന് അർഹമായ രൂപത്തിൽ അവനെ സ്തുതിക്കാൻ സാധിക്കില്ല. ഒരു സൃഷ്ടിക്കും ഇത് കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ള അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? ലാ ഉഹ്സി സനാഅൻ അലൈക, അള്ളാഹുവെ നിന്നെക്കുറിച്ചുള്ള സനാ, നിന്നെക്കുറിച്ചുള്ള പ്രകീർത്തനം, അത് അർഹമായ രൂപത്തിൽ പരിപൂർണമായി നിർവഹിക്കാൻ എനിക്ക് കഴിയില്ല. അൻത കമാ അസ്നൈത അലാ നഫ്സിക്, അൻത കമാ അസ്നൈത അലാ നഫ്സിക്. അള്ളാഹുവെ നീ എങ്ങനെയാണോ നിന്നെ പുകഴ്ത്തിയത്, നീ എങ്ങനെയാണോ നിന്നെ പ്രകീർത്തിച്ചത്, അതുപോലെയാണ്. കാരണം അത് ഒരു മനുഷ്യന് സാധിക്കില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് പൂർണ്ണമായി അറിയാന്നുള്ളത്. ദീനിയത്തി ദുന്യവിയ, ദീനിയായ നിഅമത്ത്, ദുന്യവിയായ നിഅമത്ത്. ഒരു മനുഷ്യൻ്റെ നാശത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അവൻ അള്ളാഹുവിൻ്റെ നിഅമത്തുകളിൽ നിന്ന് ദുന്യവിയായ നിഅമത്തുകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്, അത് മാത്രം തിരിച്ചറിയുക എന്നുള്ളത്. അവൻ്റെ നിഅമത്തുകളെ കുറിച്ച് വെച്ച് ഭക്ഷണവും വെള്ളവും ആരോഗ്യവും മാത്രം പ്രധാന നിഅമത്തായി ഒരാൾ കണക്കാക്കുന്നു എന്നത് അയാൾ വഴിപഴക്കുന്നതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. നിഅമത്തിൽ ഏറ്റവും വലുത് ദീനാണ്. ദീനാണ് ഏറ്റവും വലിയ നിഅമത്ത്. അത് തിരിച്ചറിയാതെ ഒരാൾ പോകാന്നുള്ളത് ഇങ്ങേറ്റ അപകടം പിടിച്ച പ്രശ്നമാണ്. ഇന്ന് പരിഹരിക്കേണ്ട ഏറ്റവും വലിയ നിഅമത്ത് ദീനാണ്. ഖുർആനിലെല്ലായിടത്തും സൂറത്തു നഹൽ തുടങ്ങിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ്. നിഅമത്ത് ആരംഭിച്ചതുകൊണ്ടാണ്. അനുഗ്രഹങ്ങൾ ഏറ്റവും വലുത് ദീനാണ്. അത് പോയി കഴിഞ്ഞാൽ ദുനിയാവിലെ ഒരു നിഅമത്തും നിഅമത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയ സിജ്നുൽ മുഅ്മിൻ ജന്നത്തുൽ കാഫിർ. ദുനിയാവ് മുഅ്മിനിന് തടവറയാണ്, കാഫിറിന് സ്വർഗമാണ്. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ, അദ്ദേഹം ഒരിക്കൽ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വികലാംഗനായ, കയ്യും കാലും മുറിഞ്ഞു പോയൊരു മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം വഴിയൊരികിൽ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇബ്നു ഹജർ ആകട്ടെ നല്ല നിലയിലാണ് സാമ്പത്തികമായിട്ട്. അപ്പം ഈ ദരിദ്രനായ മനുഷ്യൻ അയാൾ പറഞ്ഞു, നിങ്ങളുടെ നബി പറയുന്നു അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ, ദുനിയാവ് മുഅ്മിനിൻ്റെ തടവറയാണ്, ജന്നത്തുൽ കാഫിർ, കാഫിറിൻ്റെ സ്വർഗമാണ്. ഞാൻ എത്തിപ്പെട്ട അവസ്ഥ, നിങ്ങൾ എത്തിപ്പെട്ട അവസ്ഥയെ നോക്കും, ഞാൻ എത്ര പ്രയാസത്തിൽ, നിങ്ങൾ എത്ര സുഖത്തിലാണ്. അദ്ദേഹം പറഞ്ഞു, പരലോകത്തെത്തിയാൽ മുഅ്മിനിന് അള്ളാഹു നൽകാനിരിക്കുന്നത് സ്വർഗമാണ്. അവൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കിയാൽ ഈ ദുനിയാവ് അവന് ഒന്നുമേ ആയിരുന്നില്ല. ഒരു തടവറയേക്കാൾ അത് ചിലപ്പോൾ വിലയില്ലാത്തതാണ്. അത്രയും പ്രയാസകരാണ് ദുനിയാവ്. ഇപ്പോൾ പ്രയാസം, ബുദ്ധിമുട്ടും ഇതൊക്കെ തന്നെ. സ്വർഗമോ യാതൊരു പ്രയാസമല്ല. എന്നാൽ ഒരു കാഫിർ അവന് നരകത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കിയാൽ ദുനിയാവ് എന്താണ്? സുബ്ഹാനല്ലാഹ്, ദുനിയാവ് അവന് അത്രയും ആശ്വാസമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ശരി തന്നെയാണ്. നീ ഈ അവസ്ഥയിലാണെങ്കിലും നാളെ എത്തിപ്പെടാനിരിക്കുന്ന നരകം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സ്വർഗത്തിലാണ്. പക്ഷെ ഒരു മുഅ്മിൻ അവൻ സ്വർഗത്തിൽ എത്തിപ്പെടുന്ന അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ദുനിയാവ് അവന് പ്രയാസകരമാണ്. അപ്പോൾ ഇതാണ് ഹംദ്. അൽഹംദുലില്ലാ എന്നതിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു തആല ഞാൻ സ്തുതിക്കുന്നു. എങ്ങനെ സ്തുതിക്കുന്നു? അവൻ്റെ സിഫത്തുകൾ കൊണ്ട്, അതായത് അള്ളാഹുവിനെ വിശേഷിപ്പിച്ചുകൊണ്ട്. അവൻ റഹ്മാനാണ്, റഹീമാണ്. അത് നോക്കൂ. പിന്നീട് അള്ളാഹു അവനെ എങ്ങനെയാണ് ഹംദ് ചെയ്യേണ്ടത് എന്ന് പിന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഹംദ് ചെയ്തത്? അർ റഹ്മാൻ, അർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഉണ്ടല്ലേ? അങ്ങനെയാണ് ഹംദ് ചെയ്തത്.
അള്ളാഹുവിനെ ഹംദ് ചെയ്ത് ഈ രണ്ട് രൂപത്തിൽ ഹംദുള്ള, ഒന്ന് സിഫത്തുകൾ കൊണ്ട്, രണ്ട് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ കൊണ്ട്. നിഅമത്തുകൾ ദീനിയ, ദുന്യവിയ, ളാഹിറ വൽ ബാത്തിന, പ്രകടമായത്, ഗോപ്യമായത്, ദീനിയായത്, ദുന്യവിയായത്, ഇത് രണ്ടുമുണ്ട്. ഇതിന് ശുക്ർ എത്ര അധികരിപ്പിക്കുന്നു അത്രയും അള്ളാഹു അത് അധികരിപ്പിച്ചു തരും. റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകും. നിങ്ങൾക്ക് ദീൻ അധികരിക്കണോ, അള്ളാഹു നൽകിയ ദീനിന് നിങ്ങൾ അള്ളാഹു ഹംദ് ചെയ്യാം. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞേക്കാണ്, അള്ളാഹു ഒരു നിഅമത്ത് നൽകിയാൽ അതിനൊരു ഹംദ് പറയാൻ കഴിയുന്നു എന്നത് ആ നിഅമത്ത് മുൻപ് കിട്ടിയ നിഅമത്തിനേക്കാൾ വലിയ നിഅമത്താണ്. മുന്നൊരു നിഅമത്തുള്ള, നിനക്ക് വലിയൊരു വീട് തന്നു വിചാരിക്കുക, അത് ലഭിച്ചതിന് ശേഷം അള്ളാഹുവിന് റഹ്മാ രൂപത്തിൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിഞ്ഞു എന്ന് നിനക്ക് ആ വീട് കിട്ടിയതിനേക്കാൾ വലിയ നിഅമത്താണ്. അത് പറയാതെ പോകുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ നിഅമത്തിന് അടുത്ത ഒരു ഹംദ് നീ വീണ്ടും പറയേണ്ടതായി വരും. അങ്ങനെ അവസാനമില്ലാതെ റബ്ബിന് ഹംദ് പറഞ്ഞാലും അത് നിലക്കുകയില്ല. അള്ളാഹു എത്ര ഖൈറിലേക്ക് നിന്നെ നയിച്ചു അത്രയും റബ്ബാണ് നയിച്ചത്, നിന്റെ പ്രത്യേകിച്ച് ഒരു കാരണം കൊണ്ടല്ല, അള്ളാഹുവാണ് തൗഫീഖ് ചെയ്തത്. ഇതാണ് الدينية والدنيوية. في ضمنه أمر لعباده أن يحمدوه. ഇവിടെ അള്ളാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്നാണ് പറഞ്ഞത്. വഫീ ദിംനിഹി, ഈ പറഞ്ഞ ആയത്തിൻ്റെ ഉദ്ദേശത്തിൽ അടങ്ങിയിട്ടുണ്ട്. ദിംൻ എന്ന് പറഞ്ഞാൽ മുന്നേ വിശദീകരിച്ചിട്ടില്ല, യതദമ്മൻ എന്നുള്ള വാക്യം പറഞ്ഞു, അതേ വാക്യമാണ്. വഫീ ദിംനിഹി, അതിൻ്റെ ഉള്ളടക്കത്തിലുണ്ട്. ഈ പറഞ്ഞ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വാക്കിൻ്റെ ഉദ്ദേശത്തിനുള്ളിൽ മറ്റൊരു കാര്യം കൂടി അടങ്ങിയിട്ടുണ്ട്. അതെന്താണ്? അംറുൻ, കൽപ്പനയുണ്ട്. ലിഇബാദിഹി, തൻ്റെ അടിമകളോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. എന്താണ് ആ കൽപ്പന? അൻ യഹ്മദൂഹു, അള്ളാഹുവിനെ ഹംദ് പറയണമെന്ന കൽപ്പന അതിലുണ്ട്. ശുദ്ധ ഖുർആനിൽ എൻ്റെ ഓർമ്മയിൽ 6 സൂറത്തുകൾ ഹംദ് കൊണ്ട് ആരംഭിച്ച സൂറത്തുകളാണ്. ഒന്ന് സൂറത്തുൽ ഫാത്തിഹയാണ്. അള്ളാഹു സൂറത്തുകൾ ആരംഭിച്ച ഹംദ് കൊണ്ടാണ്. ഈ ഉമ്മത്തിന് ഹംദ് വലിയ പ്രത്യേകത ഉള്ള ഉമ്മത്താണ്. നമ്മുടെ ഉമ്മത്തിൻ്റെ പേര് തന്നെ ഹമ്മാദൂൻ എന്നാണ്. പരലോകത്ത് ഹംദ് അധികരിപ്പിച്ചവർ എന്നാണ്. ഈ ഉമ്മത്തിൻ്റെ നബിയുടെ പേര് അഹ്മദി എന്നാണ്, മുഹമ്മദി എന്നാണ്. ഏറ്റവും ഹംദ് പറഞ്ഞവർ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാളെ പരലോകത്ത് നൽകപ്പെടാനിരിക്കുന്ന പതാകയുടെ പേര് ലിവാ ഉൽ ഹംദ് എന്നാണ്. അവിടത്തേക്ക് നാളെ നൽകാനിരിക്കുന്ന സ്ഥാനം മഖാമുൻ മഹ്മൂദാണ്. ഈ ഉമ്മത്ത് ഹംദുമായി എത്ര ബന്ധമുള്ള ഉമ്മത്താണ്. അവരുടെ ഖുർആൻ ആരംഭിക്കുന്നത് ഹംദ് കൊണ്ടാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ വഫീ ദിംനിഹി അംറുൻ. ഈ ആയത്തിൽ സഅദി അദ്ദേഹത്തിൻ്റെ തഫ്സീൽ പറഞ്ഞ പാഠമാണ്. വഫീ ദിംനിഹി, ഈ ആയത്തിൽ പാഠമുണ്ട്. എന്താണത്? അംറുൽ ലിഇബാദി അൻ യഹ്മദു, തൻ്റെ അടിമകൾ അള്ളാഹുവിനെ ഹംദ് ചെയ്യണം എന്ന ഓർമ്മ. അതുകൊണ്ട് ഖുർആൻ എത്ര സ്ഥലത്താണ് ഹംദുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ഖൈർ കിട്ടിയാൽ അവിടുന്ന് പറയും അൽഹംദുലില്ലാഹി ലദി ബിനിഅമതി തത്തിമ്മു സ്സാലിഹാത്ത്. പ്രയാസമുണ്ടായാലും അവിടുന്ന് പറയും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എല്ലാ അവസ്ഥയിലും ഹംദാണ്. ഭക്ഷണം കഴിച്ചാൽ ഹംദാൻ അൽഹംദുലില്ലാഹ്, കുടിച്ചാൽ ഹംദാൻ അൽഹംദുലില്ലാഹ്. എത്ര സ്ഥലത്താണ് ഹംദുള്ളത്? ധാരാളം സ്ഥലത്ത് ഹംദുണ്ട്. സൂറത്തുൽ ഫാത്തിഹ തുടങ്ങുന്ന അങ്ങനെ സമി അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദ് സുബ്ഹാനല്ലാഹി ബിഹംദിഹി. എത്ര സ്ഥലത്താണ് ഹംദുള്ളത്? അള്ളാഹുവിനെ ഹംദ് ചൊല്ലുക എന്നുള്ളത് ധാരാളം അധികരിപ്പിക്കേണ്ട ദിക്റുകളൊന്നാണ്. ഷഹാദത്ത് കലിമയുടെ ഒപ്പം ഇത് പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഹംദ് അള്ളാഹുവിനെ അധികരിപ്പിക്കുക എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹയിലുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഫഹുവൽ മുസ്തഹിഖു ലഹു വഹ്ദഹു, അള്ളാഹുവാണ് ഫഹുവൽ മുസ്തഹിഖ്. മുസ്തഹിഖ് അർഹതയുള്ളവൻ, അള്ളാഹുവാണ് അർഹതയുള്ളവൻ. ലഹു ഐ ലിൽ ഹംദി, ഹംദിന് അർഹതയുള്ളവൻ ആരാണ്? വഹ്ദഹു, അള്ളാഹു മാത്രമാണ്. ഉലമാക്കൾ പറഞ്ഞു ഹംദ് സർവ്വതും അള്ളാഹുവിനാണ്. മിൽക്കൻ വസ്തിഹ്ഖാഖൻ, എല്ലാ ഹംദിനും അള്ളാഹുവിനാണ് അർഹതയുള്ളത്. മാത്രമല്ല ഇനി നീ ദുനിയാവിൽ എന്തൊരു കാര്യത്തെക്കുറിച്ച് ഏതൊരാൾ ഒരു നല്ല വാക്ക് പറയട്ടെ, അതെല്ലാം അള്ളാഹുവിന് അർഹതപ്പെട്ടതാണ്. കാരണം അത് പഠിച്ചത് റബ്ബാണ്, അത് ആ അവസ്ഥയിലേക്ക് എത്തിച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ട് അവനാണ് അതിൽ വരെയുള്ള ഹംദ്. ഇപ്പോൾ ഞാൻ ഒരാളെ പറ്റി നല്ലത് പറഞ്ഞു, ആ ഹംദ് വരെ
അള്ളാഹുലേക്കാണ് മടങ്ങുന്നത്. കാരണം അവനാണ് ആ അവസ്ഥയിലേക്ക് അത് എത്തിച്ചത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുനാണ് ലഹുൽ ഹംദു കുല്ലു, സർവ ഹംദും അള്ളാഹുനാണ്. എല്ലാ അർത്ഥത്തിലും, എല്ലാ കാര്യത്തിലും, എന്തൊരു കാര്യം എങ്ങനെ സംഭവിച്ചാലും എല്ലാത്തിലും റബ്ബിനാണ് ഹംദുള്ളത്. അള്ളാഹു അവൻ നന്മയല്ലാതെ അവൻ്റെ പ്രവർത്തനങ്ങൾ അവൻ ഉദ്ദേശിച്ചിട്ടില്ല. അവൻ്റെ സിഫത്തുകളെല്ലാം നല്ലതാണ്, അവൻ്റെ വിശേഷണങ്ങളെല്ലാം നല്ലതാണ്. അള്ളാഹു ആകട്ടെ അള്ളാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണ്. എല്ലാ കാര്യങ്ങളെക്കാൾ സമയം വൈകുമെന്ന് വായിക്കുന്നതോടെ ഇബ്നുൽ ഖയ്യിമിന് അദ്ദേഹത്തിന് മനോഹരമായ ചില വാക്കുകളുണ്ട്. അള്ളാഹു മനുഷ്യന് ചെയ്തു തന്ന ഖൈറുകളെ കുറിച്ച്, മനുഷ്യരോട് അള്ളാഹു ചെയ്ത നന്മകളെക്കുറിച്ച് അത് ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ ആകാശഭൂമികളുടെ റബ്ബാണ്. അവൻ നിന്നെ പടച്ചു, നീ ചോദിക്കാതെ അവൻ തന്ന നിഅമത്തുകൾ എത്രയുണ്ട്. കൈ തരാനും കാല് തരാനും മൂക്ക് തരാനും പലതും നൽകാൻ നീ അവനോട് ചോദിച്ചിട്ട് പോലല്ല, നീ ചോദിക്കാതെ തന്നത് എത്രയുണ്ട്, ചോദിച്ചപ്പോൾ തന്നത് എത്രയുണ്ട്, പ്രയാസങ്ങളിൽ വിളിച്ചു തേടിയപ്പോൾ തന്നത് എത്രയുണ്ട്. അദ്ദേഹം പറഞ്ഞേക്കണം, അള്ളാഹു ഒരാൾക്കും അർഹതയില്ല, പക്ഷേ ചോദിക്കാതെ അള്ളാഹു അവർക്ക് പല നിഅമത്തുകൾ ആദ്യം തന്നെ കൊടുത്തു. എന്നിട്ട് ഇതൊക്കെ ഉണ്ടായിട്ട് പല ദുരിതങ്ങൾ, അതിൻ്റെ എല്ലാ വഴികളും മുന്നിലെത്തി, പക്ഷേ അള്ളാഹു അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി. ദുരിതങ്ങളുടെ എല്ലാ വഴികളും മുന്നിലെത്തിയിട്ട് അള്ളാഹു അവിടെ നിന്ന് കാത്തുരക്ഷി. എത്ര സംഭവങ്ങൾ അങ്ങനെ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തലയിൽ കൈവച്ച് ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയില്ല എന്ന് പറയുന്ന സമയത്ത് റബ്ബ് രക്ഷപ്പെടുത്തി തന്ന എത്ര കാര്യങ്ങൾ. എന്നിട്ട് അവന് ഹിദായത്ത് നൽകി, ദീനിലേക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഈമാനോട് ഇഷ്ടമുണ്ടാക്കി, കുഫറിനോട് വെറുപ്പുണ്ടാക്കി. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറയാണ്, വസമ്മാഹും മുസ്ലിമീന ഖബ്ല അൻ യഖ്ലുഖഹു, അവരെ പടക്കുന്നതിന് മുൻപ്, അതായത് ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരെ പടക്കുന്നതിന് മുൻപ് അള്ളാഹു അവരെ മുസ്ലിമീങ്ങൾ എന്ന് പേര് വിളിച്ചു. ഖുർആനിൽ അള്ളാഹു പറഞ്ഞ സമ്മാക്കും മുസ്ലിമീന മിൻ ഖബ്ലു. അതുപോലെ അവരെ പടക്കുന്നതിന് മുൻപ് അള്ളാഹു വേദഗ്രന്ഥങ്ങൾ അവരെക്കുറിച്ച് മുന്നേ തന്നെ പറഞ്ഞു, ഇങ്ങനൊരു ഉമ്മത്ത് വരാനുണ്ട്. അതുപോലെ അള്ളാഹുവിന് അവരുടെ യാതൊരു ആവശ്യമില്ല, എന്നിട്ട് അവൻ അവർക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തു. എന്നിട്ട് അവരോട് അവനെ സ്നേഹിക്കാൻ പറഞ്ഞു. അത് കാരണത്താൽ അവൻ ചെയ്ത അനുഗ്രഹം ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ അവൻ ചെയ്തു. എന്നിട്ട് ഞാനിതൊക്കെ നിങ്ങൾക്ക് ചെയ്തു, നിങ്ങൾ എന്നെ സ്നേഹിക്കണം. അതുപോലെ അള്ളാഹു തിന്മകൾ അത് അവന് വെറുപ്പുള്ളതാണെന്ന് അറിയിച്ചു. അവനാട്ടെ അവരെന്ത് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്ന അവൻ പ്രയാസമില്ല. അവരുടെ ആവശ്യത്തിനാണ് പറഞ്ഞു കൊടുത്തത്, അവർക്ക് ഉപദ്രവമുള്ളതാണ്. ഇതൊക്കെ ചെയ്തതിന് ശേഷം അവന് സ്വർഗമൊരുക്കി വെച്ചു. ഒരു കണ്ണും കാണാത്തത്, ഒരു ചെവിയും കേൾക്കാത്തത് ചെയ്ത അമലുകൾ എന്താണ് സ്വർഗത്തിന് പകരമായൊരു മനുഷ്യൻ ചെയ്യുന്നത്? എൻ്റെ ജീവിതത്തിൽ എത്രയോ സമയം ഉറക്കത്തിലാണ്, പല സമയം എൻ്റെ ദുനിയാവിലെ കാര്യങ്ങളിലാണ്. എത്രയാണ് നമ്മൾ ചെയ്യുന്നത്? പക്ഷെ അള്ളാഹു ഷക്കൂറാണ്. അത്രയും ചെറിയ അമലാണ് അവന് ഇത്ര വലിയ പ്രതിഫലം തരുന്നത്. നിങ്ങൾ പലപ്പോഴും ആളുകൾ ചിലപ്പോൾ സംസാരിച്ചിരിക്കുമ്പോൾ ജോലിയുടെ പ്രയാസവും ശമ്പളത്തിൻ്റെ കുറവും പറയും. അത് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കാറുണ്ടോ, അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം എത്ര വലുതാണ്? എത്ര ചെറിയ അമലാണ് അതിന് ചോദിക്കുന്നത്. എത്ര ചെറിയ അമലാണ് നിസ്കാരം, എത്ര ചെറിയ അമലാണ് ദിക്ർ, എത്ര ചെറിയ അമലാണ്. ഈ ചെറിയ അമലിന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലമാകട്ടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അവസാനമില്ലാത്ത സ്വർഗമാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു അവരിലേക്ക് റസൂലിനെ പറഞ്ഞയച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചതിലെ നിഅമത്ത് എത്രയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ നിയോഗിച്ചു, അവിടുത്തെ ഉമ്മത്തിൽ നമ്മെ ഉൾപ്പെടുത്തി. അങ്ങനെ ഒരു നബിയെ അള്ളാഹു നിയോഗിച്ചു എന്നത്, അങ്ങനെ റസൂലിനെ അള്ളാഹു നിയോഗിച്ചു എന്നത്, ആ നബിയെക്കുറിച്ച് കേൾക്കാൻ അള്ളാഹു അവസരം നൽകി എന്നത്, ആ നബിയിൽ വിശ്വസിക്കാൻ അവസരം നൽകി, നമുക്ക് എത്ര വലിയ നിഅമത്താണത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉറപ്പ് നൽകി,
നന്മ ചെയ്താൽ നിങ്ങൾക്ക് നന്മ കിട്ടും. തിന്മ ചെയ്താലോ ഒന്നും വേണ്ട, നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടിയാൽ മതി, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. നന്മ ചെയ്താൽ നന്മ തരാം പറഞ്ഞു, ശരിയാണ്, മനസ്സിലായി. പക്ഷെ തിന്മ ചെയ്താൽ ഇനി എൻ്റെ അടുത്തേക്ക് വരണ്ടെന്നാണോ? ഇല്ല. ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. നബി പറഞ്ഞു കൊടുക്കുക എൻ്റെ അടിമകളോട്, തിന്മകൾ അങ്ങേയറ്റം ചെയ്തവരോട്, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. സുബ്ഹാനല്ലാഹ്, റബ്ബിൻ്റെ റഹ്മത്ത് എത്രയാണ്. അള്ളാഹുവിനെ കുറിച്ച് ഒരാൾ ചിന്തിച്ചു തുടങ്ങിയാൽ, റബ്ബിനെ കുറിച്ച് ഒരാൾ ആലോചിച്ചു തുടങ്ങിയാൽ, സുബ്ഹാനല്ലാഹ് ചെയ്ത നിഅമത്തുകൾ ആലോചിച്ചാൽ, എത്ര നീ ഹംദ് പറഞ്ഞാലും എത്ര അള്ളാഹു നന്ദി കാണിച്ചാലും അത് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾക്ക് പകരമാവുന്നില്ല. എന്നിട്ടാണ് നമ്മൾ ഈ ചെറിയ ഇബാദത്തുകൾ വെച്ചിട്ട് അഹങ്കാരം നടിക്കുന്നത്, നമ്മൾ എന്തോ ചെയ്തു എന്ന് വിചാരിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന് കിതാബിൽ പിന്നെയും വിശദീകരണമുണ്ട്, എന്നോട് തൽക്കാലം ഇവിടെ നിർത്താൻ. വഹുവ സുബ്ഹാനഹു അൽ മുൻഷിഉ ലിൽ ഖൽഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ആലമീൻ എന്നതിൻ്റെ തഫ്സീറാണ് ഇനി പറയുന്നത്. വഹുവ സുബ്ഹാനഹു അൽ മുൻഷിഉ ലിൽ ഖൽഖ്. റബ്ബുൽ ആലമീൻ, റബ്ബ് എന്നതിൻ്റെ അർത്ഥം, റബ്ബ് എന്നതിൻ്റെ അർത്ഥമാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് അൽ മുൻഷിഅ. മുൻഷിഅ അൻഷഅ, ഉണ്ടാക്കിയവൻ അല്ലേ? അറബിയിൽ ഈ സെൻറ്റൻസ് ഒക്കെ ഉണ്ടാക്കി പഠിക്കുന്ന അതിന് പറയും ഇൻഷാ എന്ന് പറയും. അൽമുൽ ഇൻഷാ, വാക്കുകൾ പ്രസംഗിക്കാനും സംസാരിക്കാനൊക്കെ. അൽ മുൻഷിഉ, അള്ളാഹുവാണ് മുൻഷിയ, അവനാണ് ഉണ്ടാക്കിയവൻ. ലിൽ ഖൽഖി, സൃഷ്ടികളെ, മുൻമാതൃകയോ ഒന്നുമില്ല. ബദീഉസ് സമാവാതി വൽ അർദ്, ഫാത്തിറുസ് സമാവാതി വൽ അർദ്, അവനാണ് മുൻമാതൃകയില്ലാതെ പഠിച്ചവൻ, അവനാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് പഠിച്ചവൻ. അൽ ഖായിമു ബി ഉമൂരിഹിം, അൽ ഖായിം നിലകൊള്ളുന്നവൻ, ബി ഉമൂരിഹിം, അൽ ഖയ്യൂം എന്നതിൻ്റെ അർത്ഥമാണ് അൽ ഖായിം ബി ഉമൂരിഹിം. അള്ളാഹു ആകുന്ന അവരുടെ കാര്യങ്ങൾ നേരെ നിലനിർത്തുന്നവൻ, എല്ലാവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് നേരെ നിലനിൽക്കുന്ന അള്ളാഹ് നിലനിർത്തി കൊടുക്കുന്നുണ്ടാണ്. റബ്ബ് തീരുമാനിച്ചാൽ ഒരു നിമിഷം ഒരാൾ വീഴാൻ, അള്ളാഹുവാണ് അവരെ നിലനിർത്തുന്നത്. ആകാശഭൂമികളെ അവനാണ് നിലനിർത്തുന്നത്, അവനാണ് അവയെ നിയന്ത്രിക്കുന്നത്. അൽ മുറബ്ബി ലി ജമീഇ ഖൽഖിഹി, അൽ മുറബ്ബി ലി ജമീഇ ഖൽഖി. മുറബ്ബി എന്ന് പറഞ്ഞാൽ മുറബ്ബി എന്ന് പറഞ്ഞാൽ പടിപടിയായി വളർത്തുന്നവൻ, അതാണ് മുറബ്ബി എന്നുള്ളതിൻ്റെ അർത്ഥം. മുറബ്ബിയ ഷെയ്ഖ് എന്ന് പറയും. അതായത് ഒരു വിദ്യാർത്ഥിയെ അവന് തുടക്കത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ക്രമേണ മുകളിലേക്ക് പതുക്കെ കൊണ്ടുപോകുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞേക്കാണ്, റബ്ബാനിയായ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഹുവല്ലദി യുഅല്ലിമു സിഗാറൽ മസായിലി ഖബ്ല കിബാരിഹ. വലിയ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിന് മുൻപ് ചെറിയ വിഷയങ്ങൾ പഠിപ്പിക്കുന്നവൻ, അതിമെന്ന് ഇങ്ങനെ പഠിപ്പിച്ച് മേലെ കൊണ്ട്, അവനാണ് റബ്ബാനിയായ പണ്ഡിതൻ. അപ്പം അതിന് ഇത് മനസ്സിലാവും, നമുക്ക് ഈ പറഞ്ഞ അർത്ഥം മനസ്സിലാവും. അൽ മുറബ്ബി എന്ന് പറഞ്ഞാൽ പടിപടിയായി ക്രമേണയായി വളർത്തിക്കൊണ്ടുവരും. ഈ ക്രമേണയായ വളർത്തൽ, ഈ തർബീയത്ത്, അതിനാണ് തർബീയത്ത് എന്ന് പറയാം. അത് രണ്ട് രൂപത്തിലാണ്, അതാണ് പിന്നെ ഇവിടെ പറയുന്നത്. അൽ മുറബ്ബി ജമീഇ ഖൽഖി ബിനിഅമിഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവൻ വളർത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ ജനിക്കുന്ന സമയത്ത് ഗർഭപാത്രത്തിൽ കുട്ടിയുടെ അവസ്ഥ നോക്കൂ, പുറത്തേക്ക് വരുമ്പോൾ, പുറത്തു വന്നതിന് ശേഷം ഘട്ടങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര അത്ഭുതമാണ്. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ആ കുട്ടിക്ക് ഏറ്റവും അനുയോജ്യമായ ആ ഉമ്മയുടെ ഏറ്റവും ഹൃദയത്തോടടുത്ത് നിർത്തി അവിടെ ആ കുട്ടിക്ക് ഭക്ഷണം അള്ളാഹു നിശ്ചയിച്ചു. ഒരു കുട്ടി പുറത്തു വരുമ്പോൾ എന്തൊരു അത്ഭുതമാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നാണ് ആ കുട്ടിക്ക് ഏറ്റവും അനുയോജ്യമായ ഭക്ഷണം, അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലത്താണ് അള്ളാഹു ഒരുക്കി വെച്ചത്. മാതാവിൻ്റെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് അവരുടെ മാറത്ത് എത്ര കൃത്യമായ സ്ഥലത്താണ് അള്ളാഹു അത് ഒരുക്കി വെച്ചത്. അത് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഇത് ഇത്രയും നല്ല പോഷകമുള്ളത് ഇതിപ്പോൾ വരണം, ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? എന്നിട്ട് ആ കുട്ടിക്ക് ആവശ്യമുള്ള സമയത്ത് അത് കിട്ടുന്നു. പിന്നെ പതുക്കെ ഭക്ഷണങ്ങൾ ഇറക്കി പതുക്കെ അവനെ വീഴ്ത്തുന്നത് എന്തിനാണ്? നടക്കുമ്പോൾ അല്ലേ, തുടക്കം മുതൽ നടന്നു തുടങ്ങുന്നില്ല, ആദ്യം പതുക്കെയാണ്. ജനിച്ചപാടെ കുട്ടി എണീച്ച് ഓടുന്ന കുട്ടികളായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എങ്ങനെയായിരിക്കും കുട്ടീനെ ഒരാൾക്ക് നിയന്ത്രിക്കാൻ പറ്റുക? ഒന്നും അറിയാത്ത, പ്രപഞ്ചത്തിലുള്ള ഒരു ദുനിയാവിലുള്ള ചുറ്റുവട്ടത്തിലുള്ള അപകടങ്ങളെക്കുറിച്ച് യാതൊന്നും അറിയാത്തൊരു കുട്ടി എങ്ങനെയായിരിക്കും ജനിച്ചപാടെ തന്നെ നടക്കാൻ തുടങ്ങി എങ്ങനെ ഉണ്ടാവും? അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി തുടങ്ങുന്നതനുസരിച്ച് അവൻ്റെ നടത്തം ശരിയായി, ഓട്ടം ശരിയായി.
വലുതായി വലുതായി ശക്തി നൽകി, യുവത്വമെത്തി. പിന്നെ ഇനി തിരിച്ചു പോക്കുണ്ട്, ഓർമ്മപ്പെടുത്തലായി. കറുത്ത മുടികൾ ഒക്കെ നരക്കാൻ തുടങ്ങി, ശരീരത്തിന് പഴയതുപോലെ ശക്തിയില്ലാതെയായി. നമുക്ക് ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി. ഉജാഅക്കുമുൻ നദീർ, ഖുർആൻ അള്ളാഹു പറഞ്ഞ പോലെ നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നു. പല മുഫസ്സിറുകൾ പറഞ്ഞ് ജാഅക്കുമുൻ നദീർ എന്നുള്ള നിരയെന്നാണ്. നിര വന്നു തുടങ്ങി. ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. സമയമായിട്ടുണ്ട് തിരിച്ചു പോകാൻ. ഇത് വന്നു. ചുറ്റുവട്ടത്തുള്ള ആളുകൾ മരിച്ചു പോകുന്നു, ഓർമ്മപ്പെടുത്തലാണ്, സമയമായിട്ടുണ്ട്. ഇങ്ങനെ ക്രമേണയായി അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ വളർത്തിക്കൊണ്ടത്. ഇത് ദുന്യവിയായ തർബിയത്താണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഇത് തർബിയ ദുന്യവിയ. ഇത് കാഫറിനും മുഅ്മിനും ഫാസിഖിനും വൃത്തികേടുകൾ ചെയ്യുന്നവനും എല്ലാവർക്കും ഉണ്ട്. ഏത് ഭൗതികമായ വളർച്ച, ശരീരം വളരുന്നു എന്നുള്ളത്. പക്ഷേ വലി ഔലിയാഇഹി, അടില്ല അവിടെ പറഞ്ഞത് അൽ മുറബ്ബി ലി ജമീഇ ഖൽഖിഹി, തൻ്റെ എല്ലാ സൃഷ്ടികൾക്കും അവരെ വളർത്തുന്നു. ബിനിഅമിഹി, തൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട്. അതെല്ലാ സൃഷ്ടികൾക്കുള്ളത്. വലി ഔലിയാഇഹി, എന്നാൽ തൻ്റെ ഔലിയാക്കൾക്ക് അവരെ അവൻ വളർത്തുന്നത് എങ്ങനെയാണ്? അവരുടെ വളർച്ച ബിൽ ഈമാനി വൽ അമൽ സാലിഹ്, ഈമാൻ കൊണ്ടും അമൽ സാലിഹാത്തുകൾ കൊണ്ടാണ്. ഈ വളർച്ച നമുക്കുണ്ടായിരിക്കണം. സഹോദരങ്ങളെ, കാലം കൂടുമ്പോൾ ജൂത നസാറാക്കളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് നമുക്ക് സംഭവിക്കരുത്. അള്ളാഹു ഖുർആൻ പറഞ്ഞു, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലു ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറുൻ മിൻഹും ഫാസിഖൂൻ. മുഅ്മിനീങ്ങൾക്ക് സമയമായില്ല അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത് കേട്ട് അവരുടെ ഹൃദയം ലോലമാകാൻ. അതല്ല പറയുന്നത്, സമയം ദീർഘിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യരുത്. കുട്ടികൾ ഇനി ദീന് തുടങ്ങി വരുന്ന കുട്ടികളോട് പലപ്പോഴും കാണുമ്പോൾ പറയാവുന്നതാണ്, മക്കളെ തുടക്കത്തിലല്ല കാര്യമുള്ളത്, അവസാനത്തിലാണ്. ഇന്നമൽ അമാലു ബിൽ ഖവാതീം, അമലുകളുടെ അവസാനത്തിലാണ് കാര്യമുള്ളത്. എന്നാൽ ആയിക്കോട്ടെ, ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും നടക്കരുത് കുറച്ച് കഴിയുമ്പോൾ. അങ്ങനെയല്ല. നിങ്ങൾക്കറിയില്ലേ, അള്ളാഹു അവൻ്റെ അർശിൻ്റെ തണൽ കൊണ്ട് തണൽ നൽകുന്നതിൽ ഒരാളാരാണ്? യുവത്വം മുതലേ നന്മയിൽ വളർന്നു വന്ന് അങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് പ്രായമായ മനുഷ്യനാണ്. അവിടെ തുടക്കത്തിലല്ല കാര്യമുള്ളത്. നമ്മൾ ദീനിൻ്റെ കാര്യത്തിൽ, നമ്മൾ ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബാങ്ക് ബാലൻസ് എത്ര, പ്രാവശ്യത്തെ ബാങ്ക് ബാലൻസ് എത്ര, സാമ്പത്തികമായ വളർച്ച എത്രയുണ്ട്, ഞാൻ എത്ര മുന്നോട്ട് പോയി, എന്തൊക്കെ എൻ്റെ ലക്ഷ്യങ്ങൾ നേടി. ദീനിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ പരിശോധന നടത്താറുണ്ടോ? എൻ്റെ ദീന് മുന്നുള്ളത് ഇങ്ങനെയായിരുന്നു, ഇപ്പം എന്താണുള്ളത് കൂടുതൽ, ഇപ്പം എന്താ കുറയാണോ ചെയ്തത്, കൂടുതലാണോ ചെയ്തത്? المربي لجميع خلقه بنعمه ولأوليائه بالإيمان والعمل الصالح. ഈമാൻ കൊണ്ട് അമൽ സാലിഹാത്തുകൾ കൊണ്ടും ഔലിയാക്കൾ അള്ളാഹു വളർത്തു. അള്ളാഹിൻ്റെ ഔലിയാക്കളാകണോ എന്ത് ചെയ്യണം? ഹദീസിൽ അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. വമാ തഖറബ ഇലയ്യ അബ്ദുൻ, എൻ്റെ അടുക്കലേക്ക് ഒരു അടിമയും അടുപ്പം സിദ്ധിച്ചിട്ടില്ല. എന്തുകൊണ്ടല്ല? ഏതുപോലെ? ഫർദുകൾ ചെയ്തുകൊണ്ടല്ല. ഫർദ് നല്ലപോലെ ചെയ്യുക, എന്നിട്ട് അതിനോടൊപ്പം സുന്നത്ത് ചേർക്കുക. അങ്ങനെയാണ് അടുക്കേണ്ടത്. ചില ആൾക്കാർ ക്രമം നേരെ തെറ്റിക്കും. അതുകൊണ്ടാണ് ആളുകൾ പറഞ്ഞു, മൻ ശഗലത്ഹു സുനനു അനിൽ ഫറായിദി ഫഹുവ മഗ്റൂർ. ആർക്കെങ്കിലും സുന്നത്തുകൾ കാരണം ഫർദ് നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അവൻ വഞ്ചിതനാണ്, ശരിയായ രീതിയിലല്ലുള്ളത്. സുന്നത്ത് ചെയ്യുന്നത് പക്ഷേ എന്നിട്ട് ഫർദ് പലതും ആകെ മിസ്സാണ്. അങ്ങനെ ആവരുത്. ഫർദ് ആദ്യം ശരിയാക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം സുന്നത്ത് മൈൻഡ് ചെയ്യരുതെന്നല്ല. സുന്നത്ത് ശ്രദ്ധിക്കണം, പക്ഷേ ഫർദിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്, കൂടുതൽ പ്രാധാന്യമുള്ളത്. ഫർദ് ക്രമേണ ശരിയായി പിന്നെ സുന്നത്തിലേക്ക് കടക്കുക കൂടുതലായി. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم علمنا التأويل وفقهنا في الدين وعلمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه.